ഞാൻ ഇങ്ങോട്ട് പോകാൻ തയ്യാറാണ്. കേന്ദ്രമന്ത്രി സംസാരിക്കുന്നുണ്ട്, അങ്ങനെ അതിലേക്ക് പോകാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സുരേഷ് ഗോപി അല്ലേ? തവനൂരിലാണ് അദ്ദേഹം ഉള്ളത് അല്ലേ? സ്ഥലം കിട്ടിയില്ല, അതാണ് ഞാൻ ചോദിച്ചത്. തവനൂരേക്ക് പോകും. തവനൂരിലാണ്. ഒരു സാംസ്കാരിക തലസ്ഥാനമായി ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഭാരതത്തിൽ ദക്ഷിണ ഭാരത സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന പട്ടമാണ് കേരളത്തിനും നിളയ്ക്കും ചാർത്തിക്കിട്ടുന്നത്. ഇതിൻ്റെ മഹത്വം, ഇതിലെ ആരാധനാക്രമങ്ങളിലെ കൃത്യത, അതിൻ്റെ ശുദ്ധി, ഫോക്കസ്, അതുകൊണ്ട് അനുഗ്രഹമായി ഇനി ട്രാൻസാക്ട് ചെയ്ത് വരുമ്പോൾ ഇത് ദക്ഷിണ ഭാരതത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനം കൂടിയായി വരും വർഷങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാമണ്ഡലേശ്വർ സ്വാമിജി, അമ്മ മാതാമൃതാനന്ദമയി ദേവിയും ഒക്കെ മനുഷ്യ രാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഈ ഒരു സ്ഥാപനം നിള തട്ടത്തിൽ നിർവഹിക്കുവാനുള്ള തീരുമാനമെടുത്തതും അതിനുള്ള മുൻകൈ എടുക്കുകയും ചെയ്തത്. ഇതിനി സാമൂഹിക ജീവിതത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ, അതുകൂടി നമുക്ക് നോക്കണം. ഇതൊരു സീസണായി ഒന്നും നമുക്ക് കാണാനൊക്കത്തില്ല. എല്ലാ ശബരിമല എന്ന് പറയുന്ന ആധ്യാത്മിക കേന്ദ്രം സ്പിരിച്വലുമാണ്, റിലീജിയസുമാണ്. പക്ഷെ ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടനം കൊണ്ട് കേരളത്തിനുള്ള വരുമാനം എത്രയാണ്? അത് രാജ്യത്തിൻ്റെ വരുമാനം തന്നെയായാണ് മാറുന്നത്. അതുപോലെ ഒരു ആധ്യാത്മിക, എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയും, പക്ഷെ എൻ്റെ മുൻഗാമികൾ തന്നെ ഇത് പണ്ട് ദീർഘവീക്ഷണത്തിലൂടെ പറഞ്ഞതാണ്. There is tourism attached to spiritualism. അപ്പോൾ സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്ന ഒരു ടാഗിൽ പെടുത്താവുന്ന വലിയ എക്കോണമിയിലെ വലിയ ഒരു പങ്ക് വഹിക്കാൻ, അല്ലെങ്കിൽ ഒരു പ്ലെയർ ആവാനുള്ള ഒരു സാധ്യത കൂടി, സംഭാവന കൂടി ഈ കുംഭമേളയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ